ഹലോ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് ഗണേശ മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ പെൻസിൽ സ്കെച്ചിങ് എങ്ങനെയാണ് ചെയ്തതെന്നാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് ആ പെയിൻറ്റിങ് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നതെന്നാണ്. കഴിഞ്ഞ മ്യൂറൽ പെയിൻറ്റിങ് വീഡിയോയിൽ പറഞ്ഞ പോലെ മ്യൂറൽ പെയിൻറ്റിങ്ങിൽ ഞാൻ പഠിച്ചത് വെച്ചിട്ടുള്ള മാക്സിമം ട്രഡീഷണൽ മെത്തേഡായിട്ട് യോജിച്ച് നിൽക്കുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് നമ്മുടേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. നാച്ചുറൽ രീതിയിൽ വോളിൽ ചെയ്തിരുന്ന പണ്ടത്തെ രീതിയിൽ തന്നെ നമുക്ക് എക്സാക്ട്ലി സെയിം ആയിട്ട് ഇപ്പോൾ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റാറില്ല. നമ്മൾ ക്യാൻവസിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് വ്യത്യാസങ്ങൾ നമ്മുടെ പെയിൻറ്റിങ്സിലും വരാറുണ്ട്. നിങ്ങൾ തമ്മിൽ തന്നെ ഒരു ഗ്ലിംസ് കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ പെയിൻറ്റിങ് മുഴുവനായിട്ടും കാണുക. നിങ്ങൾക്ക് ഈ പെയിൻറ്റിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് റീക്രിയേറ്റ് ചെയ്യാം. നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് ഈ ഗണേശ മ്യൂറൽ പെയിൻറ്റിങ് ഞാൻ കംപ്ലീറ്റ് ചെയ്തതെന്നുള്ളത് കണ്ടിട്ട് വരാം. പെൻസിൽ സ്കെച്ച് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബേൺ സിയൻ അല്ലെങ്കിൽ ഇന്ത്യൻ റെഡ് ഉപയോഗിച്ച് ഔട്ട്ലൈൻ ചെയ്യാന്നുള്ളതാണ്. സ്കെച്ചിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അത് പെൻസിൽ സ്കെച്ചിൻ്റെ സ്റ്റേജിൽ വെച്ചിട്ട് തന്നെ മാറ്റങ്ങൾ വരുത്താം നിങ്ങൾക്ക്. പക്ഷേ ബേൺ സിയൻ ഉപയോഗിച്ച് നമ്മൾ ഔട്ട്ലൈൻ ചെയ്തതിന് ശേഷം അതായിരിക്കും നമ്മുടെ ഫൈനൽ സ്കെച്ച്. അതിൽ പിന്നെ മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ല. എപ്പോഴും മ്യൂറൽ പെയിൻറ്റിങ് ചെയ്ത് തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, ബേൺ സിയൻ അല്ലെങ്കിൽ ഇന്ത്യൻ റെഡ്. ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ബേൺ സിയനെയാണ്. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ബ്രഷ് നമ്പർ 2 ആണ്. നിങ്ങൾക്ക് ഡീറ്റെയിലിംഗ് ബ്രഷസ് കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലോങ് ബ്രഷസ് കയ്യിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ആ ബ്രഷ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബ്രഷ് നമ്പർ 2 യൂസ് ചെയ്തിട്ടാണ് ഔട്ട്ലൈനിങ് ചെയ്തിട്ടുള്ളത്. ബേൺ സിയൻ ഉപയോഗിച്ച് കംപ്ലീറ്റ് സ്കെച്ച് ഔട്ട്ലൈൻ ചെയ്ത് അത് കംപ്ലീറ്റ്ലി ഡ്രൈ ആയതിനു ശേഷം നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് മ്യൂറൽ യെല്ലോ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. മ്യൂറൽ യെല്ലോൻ്റെ കളർ മിക്സിങ് റേഷ്യോസ് എല്ലാം ഞാൻ ഇതിന് മുൻപ് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. കളർ മിക്സിങ് റേഷ്യോസ് വേണ്ടവർക്ക് ആ വീഡിയോ റെഫർ ചെയ്യാവുന്നതാണ്. സാധാരണ മ്യൂറൽ പെയിൻറ്റിങ്ങിൽ ഉപയോഗിക്കുന്നത് ലോങ് ഹെയർ ബ്രഷസ് ആണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ലോങ് ഹെയർ ബ്രഷസ് ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ റൗണ്ട് ബ്രഷ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ബ്രഷ് നമ്പർ 6 ആണ്. പിന്നെ ലാർജർ ഏരിയാസിൽ എനിക്ക് കുറച്ചുകൂടി ഈവൻ ആയിട്ട് പെയിൻറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ടുണ്ട്. ഫ്ലാറ്റ് ബ്രഷ് 4 or 6 ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മ്യൂറൽ യെല്ലോ ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളത്. അപ്പോൾ മ്യൂറൽ യെല്ലോ വരുന്ന എല്ലാ എലിമെൻറ്റ്സും നമ്മൾ കംപ്ലീറ്റ്ലി അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മാത്രമാണ് നമ്മൾ നെക്സ്റ്റ് കളറിലേക്ക് മൂവ് ഓൺ ചെയ്യുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലും ബാക്കി എലിമെൻറ്റ്സിലെല്ലാം എവിടെയൊക്കെ മ്യൂറൽ യെല്ലോ വരുന്നുണ്ടോ അതെല്ലാം നമുക്കിപ്പോൾ ഫില്ല് ചെയ്ത് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ടിൽ ചില ഭാഗങ്ങളിൽ മ്യൂറൽ ഗ്രീൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങൾ വിട്ടിട്ടാണ് ഞാൻ ബാക്കി ഭാഗത്തെല്ലാം മ്യൂറൽ യെല്ലോ അപ്ലൈ ചെയ്യുന്നത്. ഈ ഒരു രീതിയിലാണ് ഞാൻ കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ട് ചെയ്തിട്ടുള്ളത്. അത് മുഴുവനായിട്ട് ഞാനിവിടെ കാണിക്കുന്നില്ല. ഇവിടെ കാണിച്ചിട്ടുള്ള സിമിലർ രീതിയിൽ തന്നെയാണ് അപ്പുറത്തെ സൈഡിലും ചെയ്യുന്നത്. മ്യൂറൽ യെല്ലോ കംപ്ലീറ്റ്ലി അപ്ലൈ ചെയ്ത് അത് ഫുള്ളി ഡ്രൈ ആയതിനു ശേഷം നമ്മൾ പിന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് മ്യൂറൽ റെഡ്. മ്യൂറൽ റെഡിന് രണ്ട് ഉപയോഗങ്ങളുണ്ട്. ഒന്ന്
എലമെൻറ്റ്സിന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മ്യൂറൽ യെല്ലോ കൊടുത്ത പോർഷൻസിൽ ഷെയ്ഡിങ്ങിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന മ്യൂറൽ റെഡ് ആണ്. സോ ആദ്യം ഞാൻ ചെയ്തിട്ടുള്ളത് മ്യൂറൽ റെഡ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട എലമെൻറ്റ്സ് എല്ലാം ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുകയാണ്. അതിന് ശേഷമാണ് ഷെയ്ഡ് ചെയ്ത് കൊടുക്കേണ്ട എലമെൻറ്റ്സിന് ഷെയ്ഡിങ് ചെയ്യുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെയാണ് ഞാൻ കംപ്ലീറ്റ് എലമെൻറ്റ്സും ഷെയ്ഡിങ് ചെയ്തിട്ടുള്ളത്. സോ മ്യൂറൽ റെഡ് ഉപയോഗിച്ചിട്ട് മ്യൂറൽ യെല്ലോ കൊടുത്തതിൻ്റെ ഈ കാണിച്ചിരിക്കുന്ന രീതിയിൽ തന്നെ എല്ലാ എലമെൻറ്റ്സിനും ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ബിഗിനേഴ്സിന് വേണ്ടിയുള്ള ട്യൂട്ടോറിയൽ ആയതുകൊണ്ട് തന്നെ ഞാൻ ഡോട്ട് ഷെയ്ഡിംഗ് ഒന്നും ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ഡോട്ട് ഷെയ്ഡിംഗ് ചെയ്യാൻ അറിയുന്നവർക്ക് ഡോട്ട് ഷെയ്ഡിംഗ് ചെയ്യാം. ഇതിപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഒരു ബിഗിനറിന് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഇവിടെ ഞാൻ ഷെയ്ഡിംഗ് കൊടുത്തിട്ടുള്ളത്. മ്യൂറൽ റെഡിന് ശേഷം നമ്മൾ കൊടുക്കുന്നത് മ്യൂറൽ ഗ്രീൻ ആണ്. സോ മ്യൂറൽ ഗ്രീൻ്റെയും മിക്സിങ് എല്ലാം ഞാൻ മുൻപത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. മ്യൂറൽ ഗ്രീൻ ആദ്യം ഞാൻ അപ്ലൈ ചെയ്തു ആൻഡ് അതൊരു ഫിനിഷിങ് കുറവ് തോന്നിയതുകൊണ്ട് ഞാൻ 2 കോട്ട് മ്യൂറൽ ഗ്രീൻ കൊടുത്തിട്ടുണ്ട്. സോ ഫസ്റ്റ് കോട്ട് കുറച്ച് ലൈറ്റായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തതുകൊണ്ട് ഞാൻ ഒരു സെക്കൻഡ് കോട്ട് കൂടി കൊടുത്തപ്പോഴാണ് എനിക്ക് ഞാൻ ഉദ്ദേശിച്ച ലെവലിലുള്ള ഒരു പെർഫെക്ഷൻ കിട്ടിയത്. എല്ലാ എലമെൻറ്റ്സിനും ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ സെക്കൻഡ് കോട്ട് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുകയാണ്. മ്യൂറൽ ഗ്രീൻ വരുന്ന എല്ലാ എലമെൻറ്റ്സും ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഗ്രീൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് ഫൈനലി ബ്ലാക്ക് വരുന്ന എലമെൻറ്റ്സ് വളരെ കുറവാണ് ഈ ഒരു പെയിൻറ്റിങ്ങിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ബ്ലാക്ക് ഉപയോഗിക്കുന്നത് ഔട്ട്ലൈനിങ്ങിനാണ്. ഞാൻ പിന്നീട് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ആദ്യം ഞാൻ ചെയ്യുന്നത് ബ്ലാക്ക് വരുന്ന എലമെൻറ്റ്സ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട എലമെൻറ്റ്സ് ഫിൽ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്കിവിടെ കാണാവുന്ന പോലെ 2 സൈഡിലെയും വളരെ കുറച്ച് എലമെൻറ്റ്സ് മാത്രമാണ് ബ്ലാക്ക് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ബ്ലാക്ക് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ചെയ്യുന്നതാണ് ബ്ലാക്ക് യൂസ് ചെയ്ത് ഔട്ട്ലൈൻ ചെയ്യുന്നത്. ഈ ഔട്ട്ലൈനിങ് ഞാൻ ആദ്യം കാണിച്ച ബേൺ സിയന യൂസ് ചെയ്ത് നമ്മൾ എങ്ങനെയാണ് ഔട്ട്ലൈൻ ചെയ്തത് അതേപോലെ തന്നെയാണ് ബ്ലാക്ക് ഉപയോഗിച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്യുന്നത്. ബേൺ സിയന ഉപയോഗിച്ച് നിങ്ങൾ ഏതൊക്കെ പോർഷൻസ് ഔട്ട്ലൈൻ ചെയ്തോ അതെല്ലാം നിങ്ങൾ ബ്ലാക്ക് യൂസ് ചെയ്ത് ഔട്ട്ലൈൻ ചെയ്യണം. ഇതൊരല്പം സമയമെടുത്ത് തന്നെ ചെയ്യേണ്ടതാണ്.
ഔട്ട്ലൈനിങ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ മ്യൂറൽ റെഡ് ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്ത് കൊടുത്തതൊന്നും കവറപ്പ് ചെയ്ത് പോവാതിരിക്കാൻ ശ്രദ്ധിക്കാം. കംപ്ലീറ്റ് എലമെൻസും ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യുന്നതാണ് മിഴി തുറന്ന് പെയിൻറ്റിങ് പൂർത്തിയാക്കുന്നത്. ഏതൊരു കേരള മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യുമ്പോഴും നമ്മൾ പെയിൻറ്റിങ് പൂർത്തിയാക്കുന്നത് ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പ്, ഫൈനൽ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നതാണ് മിഴി തുറക്കൽ. ബ്ലാക്കും ബേൺ സിയനയും അതുപോലെ തന്നെ ഒരു സ്ട്രീക്ക് ഓഫ് വൈറ്റും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, ആ ഒരു ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി. ഇതാണ് ഞാൻ ഐസിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള കളർ കോമ്പിനേഷൻ. വീഡിയോ എല്ലാവരും കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മ്യൂറൽ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് തുടക്കക്കാർക്ക്, ബിഗിനേഴ്സ് ആയ ഫ്രണ്ട്സോ ഫാമിലിയോ ആരെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഈ വീഡിയോ ആണ് നിങ്ങൾ ആദ്യം കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്കെച്ചിങ് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെയാണ് ഞാൻ ഈ പെയിൻറ്റിങ് വരച്ചതെന്നുള്ളത് ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല, ഈ വീഡിയോ ആണ് ആദ്യം കാണുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ വീഡിയോ മറക്കാതെ കാണാം. ഈ പെയിൻറ്റിങ് നിങ്ങൾ റീക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും ഫോട്ടോസ് അയച്ചു തരാൻ മറക്കരുത്. ഫോട്ടോസ് അയച്ചു തരേണ്ടത് ലിങ്ക്സും അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്, അതുപോലെ വീഡിയോയിലും എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ മറക്കാതെ എല്ലാവരും എനിക്ക് ഫോട്ടോസ് അയച്ചു തരിക. ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവർ ഉണ്ടെന്ന് എനിക്കറിയാം, അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്തിടുക. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.